മാളത്തിൽ നിന്ന് ഇറങ്ങിയോ? ആ വന്നാട്ടെ. വന്ന് മായാരഞ്ജനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് സമസ്ത അപരാധങ്ങൾ ഏറ്റുപറയും. എനിക്ക് ആരോടും ഒന്നും ഏറ്റുപറയാനില്ല. അത് മായക്കറിയാം. ഡാഡി ആരെ ഇനിയും പൊട്ടം കളിപ്പിക്കുന്നേ? എന്നെയാണോ? ഒരു കാലത്ത് ഡാഡിയുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന നേഴ്സ്, അവർ എന്ത് അധികാരത്തിന്റെ പേരിലാ ഇവിടെ വന്ന് എന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് എറിഞ്ഞത്? അതെ, അങ്ങനെ വായ തുറന്ന് ചോദിക്കണേ ഇങ്ങോട്ട്. ഊന്നോടിക്ക് വയസ്സാം കാലത്തൊരു കൈത്താങ്ങാകാൻ വിശ്വസ്ത സേവകൻ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തതാ പഴയ രഹസ്യക്കാരത്തെ. അല്ലേ സ്വാമി? ഡാഡി ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. ഈ കണ്ണുരുട്ട് ഒച്ചയൊന്നും സീതാലക്ഷ്മിയുടെ അടുത്ത് കണ്ടില്ലല്ലോ. അപ്പൊ പേടിക്കേണ്ടവര് പേടിക്കാനും അവരുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കാനും ഡോക്ടർ ജയശങ്കറിന് അറിയാല്ലേ? ആ, അത് പഠിപ്പിച്ചു തന്നതും സ്വാമിയായിരിക്കും. എന്റെ പൊന്നു മേഡം, എന്നെങ്ങനെ സംശയിക്കരുത്. സാറിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഒരു സഹായം ചെയ്തു. അത് ഇങ്ങനെയൊക്കെ ആവുന്നു ആരറിഞ്ഞു? ഞാൻ പല പ്രാവശ്യം സാറിനോട് പറഞ്ഞതാ, പരിചയമില്ലാത്തവരുമായി ഒരു ഡീലിന് പോകരുതെന്ന്. പറ്റിപ്പോയി നിരഞ്ജൻ. ഇങ്ങനൊരു ചതി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ എന്ത് കരുതി? സത്യം ഒരിക്കലും പുറത്തു വരത്തില്ലെന്നോ? എന്ത് സത്യം? ചുറ്റും നടക്കുന്ന ഈ ബഹളങ്ങളുടെ ഒരു മരവിപ്പിലാണ് ഞാൻ. നിന്നോട് ഞാൻ ഇതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല മോളെ. മോളെന്നോ?